கொஞ்சி நான் ரசிப்பேனே என்னை ஆக்டோபஸ் வீரர்களால் சுருட்டி விட்டாய் ஒரு ஆட்டம் பாம் உயிருக்குள் உருட்டி விட்டாய். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകും നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് ഫിറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ 2 പ്രോജക്റ്റും ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് 1:1 എന്നുള്ള ഈ റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഈ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഈ ഒരു സേവ് കൊടുത്തോണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ശേഷം ഇതിനകത്തൊരു പേര് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ യൂസർ നെയിം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു DP പിക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. പക്ഷേ ഈ ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും. അത് അവസാനം വരെ ആകണം. അതിനെ അവസാനം വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം വരെ ആവുന്നതായിരിക്കും. പക്ഷേ ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഒരു സർക്കിളിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന നോർമൽ ആയിട്ടുള്ള ഇമേജ് ആഡ് ചെയ്യും. അതിനായി 3 സെക്കൻഡിലും 19 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. വന്നതിന് ശേഷം ഒരു 3ാമത്തെ കട്ടിങ് സെലക്ട് ചെയ്തുകൊണ്ട് അത്ര റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന 2ാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. ഒരു 3ാമത്തെ കട്ടിങ് സെലക്ട് ചെയ്തുകൊണ്ട് അത്ര റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് വെച്ചുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. 3 സെക്കൻഡിലും 19 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് വെച്ചുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് വെച്ചുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് വെച്ചുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക.
ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു ഷേക്ക് ഫിറ്റിന്റെ പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യുക. അത് ഇവിടെ 3 റെക്ടാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പറഞ്ഞാൽ ലോങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് കൊണ്ട് ഈ ഒരു 3 ലെയർ ഇവിടുന്ന് കോപ്പി എടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഈ ഒരു 3 ലെയറും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.